ക്രിസ്തുവാകുന്ന പാറ, ക്രൈസ്റ്റ് ദ റോക്ക്. കല്ലുകളെക്കുറിച്ച് ഈ ദിവസങ്ങളിലെല്ലാം കല്ലുകളെക്കുറിച്ച് പഠിപ്പിക്കും. 10 കൽപ്പനയാണ് എടുത്തുകൊണ്ടിരുന്നത്. എന്നാൽ പുതിയ നിയമത്തിലായപ്പോൾ യേശു ക്രിസ്തുവിനെയാണ് കല്ലായിട്ട്, ജീവകല്ലായിട്ട് ഡിപ്പിക്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. കർത്താവ് ജീവകല്ലാണെന്ന് ആദ്യ തൊട്ട് ഇപ്പം 3-ാമത്തെ സെഷനാണ് എടുക്കുന്നത്. ഇന്നെടുക്കുന്ന വചനം 1 കൊരിന്ത്യർ 10:4 ഇങ്ങനെയാണ് പറയുന്നത്: എൻ്റെ മുൻഭാഗം എല്ലാവരും മോശയോട് ചേർന്ന് എല്ലാവരും ഒരേ ആത്മീയ ആഹാരം തിന്ന് എല്ലാവരും ഒരേ ആത്മീക പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച ആത്മീക പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തുവായിരുന്നു. എങ്കിലും അവരിൽ മിക്ക പേരും ദൈവം പ്രസാദിച്ചില്ല. അവരെ മരുഭൂമിയിൽ തള്ളിയിടുക കളഞ്ഞു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാരെല്ലാവരും മേഘത്തിന് കീഴിലായിരുന്നു. എല്ലാവരും സമുദ്രത്തൂടെ കടന്നു. എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റു. മോശയോട് ചേർന്ന് എല്ലാവരും ഒരേ ആത്മീയാഹാരം. പഴയ നിയമത്തിൽ മോശയുടെ കാലത്ത് സ്നാനത്തിന്, അതായത് മോശയും ജനതയും വെള്ളത്തിൻ്റെ നടുക്കൂടെ പാസ് ചെയ്തത് പഴയ നിയമത്തിൽ സ്നാനമായിട്ടാണ് ഇവിടെ റെഫർ ചെയ്യുന്നത്. അന്ന് ദൈവത്തിൻ്റെ വെള്ളവും ദൈവത്തിൻ്റെ ഭക്ഷണവും കഴിച്ച മനുഷ്യർ കുറച്ച് കഴിഞ്ഞപ്പം മരിച്ചുപോയി പഴയ നിയമത്തിൽ. എന്നാൽ എന്നിട്ട് അവർക്കന്ന് വെള്ളം കൊടുത്തിരുന്നു. ആ വെള്ളം ക്രിസ്തുവാകുന്ന പാറയാണ്. അപ്പം നമ്മൾ പഴയ നിയമത്തിൽ പറയുന്നുണ്ട്, ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ വെള്ളമില്ലാതെ ഇവിടെ എല്ലാം കൂടെ വിഷമിച്ച് വഴക്കുണ്ടാക്കുന്നു. മോശയോട് വഴക്കുണ്ടാക്കുമ്പം മോശയ്ക്ക് വലിയ സങ്കടം, മോശയ്ക്ക് ദേഷ്യം വന്നിട്ട് മോശ ദൈവത്തോട് ഒന്ന് കംപ്ലയിൻറ്റ് ചെയ്യുന്നു. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം പോയിട്ട് മോശയോട് പറഞ്ഞു പാറമേൽ അടിക്കാൻ പറഞ്ഞു. പാറമേൽ അടിച്ചു, വെള്ളം കിട്ടി. എന്നാൽ 2-ാം പ്രാവശ്യം മോശയ്ക്ക് ദേഷ്യം വന്ന് മോശ ദൈവത്തോട് ഒന്ന് പറഞ്ഞപ്പോൾ ദൈവം പറഞ്ഞു, നീ ഈ പ്രാവശ്യം നീ അങ്ങോട്ട് ചെന്നിട്ട് പാറയോട്, ഇസ്രായേൽ ജനതയെ വിളിച്ചു കൂട്ടിയിട്ട് പാറയോട് സംസാരിക്കുക എന്നാണ് പറഞ്ഞത്. അടിക്കാൻ പറഞ്ഞില്ല. ശ്രദ്ധിക്കണേ, വളരെ പ്രധാനം. ദൈവം പറയുന്ന ഓരോ വേർഡിനും പ്രാധാന്യമുണ്ട്. മോശ എന്തെടുത്തു? വടിയെടുത്തുകൊണ്ട് പോയി. മോശയ്ക്ക് ദേഷ്യം ഉണ്ടായിരുന്നു. നമുക്കൊക്കെ ദേഷ്യമാണ്. മോശയ്ക്ക് അന്ന് ദേഷ്യം മീക്കാന്ന് പറയുന്നു, അങ്ങേയറ്റം ദേഷ്യം കുറഞ്ഞ വ്യക്തിയാണെന്ന് പറയുന്നു. എന്നിട്ട് പോലും ഈ കൂടെ നടക്കുന്ന മനുഷ്യൻ ഇങ്ങനെയുള്ളതല്ലേ. മോശയ്ക്ക് ദേഷ്യം വന്നു. മോശ ഒറ്റ അടി വെച്ചു കൊടുത്തു. പാറയിൽ നിന്ന് വെള്ളം വീണു. പക്ഷെ മോശയോട് ദൈവം ദേഷ്യപ്പെട്ടു. കാരണം മോശയോട് ദൈവം പറഞ്ഞ പാറയോട് സംസാരിക്കുക. ഏതൊരു കാര്യവും നമ്മൾ സംസാരിച്ചാൽ ദൈവം ചെയ്തു തരും. ദൈവം സംസാരിച്ചിട്ടാണ് സകലത്വം ഉണ്ടാക്കിയത്. ഉൽപ്പത്തി 1 വായിച്ച് നോക്കിയാൽ സകലതും അവൻ പറഞ്ഞു ഉണ്ടായി. ഗോഡ് സെഡ് ആൻഡ് ഇറ്റ് ഹാപ്പൻഡ്. അപ്പോൾ പറയാം, അവിടെ വടിവെച്ചടിച്ചായിട്ടൊന്നും പറയുന്നില്ല. മനുഷ്യനെ മാത്രമേ കൈകൊണ്ടുണ്ടാക്കിയായിട്ട് പറയുന്നുള്ളൂ. അങ്ങനെയുള്ള ദൈവമാണ് ഇപ്പം മോശയോട്. അപ്പം മോശ പോലും 40 ദിവസം കൂടെ ഇരുന്നിട്ടും ദൈവം ആരെന്ന് മനസ്സിലാക്കിയില്ല ക്ലിയറായിട്ട്. ആയിരുന്നെങ്കിൽ ദൈവം പറയുന്നത് ശ്രദ്ധ വെച്ച് കേട്ട് ഒന്നുകൂടെ ചോദിച്ചാൽ എന്താ പറഞ്ഞത്? പേടിയാണല്ലോ. എന്താ പറഞ്ഞത്? പറയാനെന്നോ, വാക്കുകൊണ്ട് പറയാനെന്നാ പറഞ്ഞത് എന്ന് ചോദിച്ചു. ദൈവം പറഞ്ഞു, അങ്ങനെ തന്നെയാണ് ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞേന്. പക്ഷെ ചോദിച്ചില്ല. ഞാനാന്നേലും ചോദിക്കത്തില്ല. പകുതി കേട്ട ചോടിയേന്. മോശ കുറ്റം പറയണ്ട. മോശ വന്നിട്ട് അടിച്ച് അതോടുകൂടി ദൈവത്തിൻ്റെ കോപമുണ്ട്. എന്ത് സംഭവിച്ചു? ദൈവം വെള്ളം കൊടുത്തു. കാരണം ദൈവത്തിന് വെള്ളം ജനതയ്ക്ക് കൊടുക്കേണ്ട ആവശ്യമുണ്ടല്ലോ ദൈവം. പക്ഷെ മോശയോട് പറഞ്ഞു, നീ കനാൻ ദേശത്ത് കയറത്തില്ല. അങ്ങനെ മോശ കനാൻ ദേശം ദൂരത്ത് നിന്ന് കാണുകയല്ല, അത് അകത്ത് കയറിയില്ല. ആ ഒരു പാറയെക്കുറിച്ച് ഇവിടെ ഒരിടത്ത് മാത്രമേ പറയുന്നുള്ളൂ. ആ ആത്മീയ, അതായത് മേഘത്തിലും സമുദ്രത്തിലും സ്നാനം മോശയോട് ചെന്ന് എല്ലാവരും ഒരേ ആത്മീയഹാരം തിന്ന് എല്ലാവരും ഒരേ ആത്മീയപാനം കുടിച്ചു. അവരെ അനുഗമിച്ച ആത്മീക പാറയെന്ന്. അപ്പോൾ ഈ പാറ അവരുടെ കൂടെ പോയിരുന്നോ? പഴയ നിയമത്തിൽ അങ്ങനെ എഴുതിയിട്ടില്ല. പക്ഷെ ഇവിടെ പൗലോസ് എങ്ങനെയാണ് എഴുതിക്കുന്നത്? ഈ ആത്മീക പാറ ഇവരെ ഫോളോ. അപ്പോൾ ആത്മീയമായ മേ ബി ഇറ്റ് ഈസ് ആത്മീയ അർത്ഥമായിരിക്കണം ഉദ്ദേശിക്കുന്നത്. അതല്ല പാറ കൂടെ അവിടെ പോയോ എന്നുള്ളത് വേദപുസ്തകത്തിൽ എഴുതിയായിട്ട് ഞാൻ വായിച്ചിട്ടില്ല. എന്താണേലും ക്രിസ്തു അവർക്ക് വെള്ളം കൊടുത്തു. അപ്പോൾ പുതിയ നിയമത്തിലായപ്പം പാറയിൽ നിന്ന് വെള്ളം കൊടുത്തു എന്ന് പറയുന്നത് ആ പാറ ക്രിസ്തു ആയിരുന്നു. ക്രിസ്തു ആയിരുന്നിട്ട് പോലും പഴയ നിയമത്തിലുള്ളവർക്ക് ദൈവത്തെക്കുറിച്ച് കാണാനോ പഠിക്കുവാനോ സാധിച്ചില്ല. അപ്പം പാറയിൽ നിന്ന് ജീവൻ തരാൻ കഴിവുണ്ട്. പാറയിൽ നിന്ന് വെട്ടം തരും, പാറയിൽ നിന്ന് വെള്ളം തരും. ഇതെല്ലാം നമുക്ക് അത്യാവശ്യമാണല്ലോ. അപ്പോൾ ഒരേ ആഹാരം ഒരേ വെള്ളം. നമ്മൾ ലൂക്കോസിൻ്റെ സുവിശേഷം 6:47-40 പാറമേൽ പണിയുന്ന വീട്,
അതിനെക്കുറിച്ച് പറയുന്നത്. യേശുക്രിസ്തു പറയാണ് 2 തരത്തിലുള്ള വീട് പണിയലുണ്ട്. ഒന്ന്, പാറയാവുന്ന ക്രിസ്തുവിൽ നീ പണി. ഇവൻ ലോകപരമായിട്ട് തന്നെ വീട് പണിയുമ്പം പാറയുടെ മുകളിൽ അടിസ്ഥാനമിട്ട് പണിയുന്നെങ്കിൽ കാറ്റ് വരും, കോളം വരും. പക്ഷേ അത് കാറ്റും കോളം വരുമ്പോൾ അത് വീണു പോകത്തില്ല. മണൽ തരിയുടെ പുറത്ത് മണലിന്മേൽ പണിയുന്ന വീട് കാറ്റും കോളവും വരും, അത് വീണു പോകും. പിന്നത്തേതിലുണ്ടായ നഷ്ടം വലുതായിരിക്കുന്നു എന്ന് വേദപുസ്തകം പറയുന്നു. അപ്പം പണിയേണ്ട വീട് ക്രിസ്തുവാകുന്ന പാറയിൽ തന്നെ ആകണം. മത്തായിയുടെ സുവിശേഷം 16:18 പറയുന്നു, പത്രോസിനോട് ചോദിച്ചിട്ട് പറയുന്നു, ഞാൻ ആരെ എന്നിവർ പറയുന്നു. അപ്പോൾ പത്രോസ് പറയുന്നുണ്ട്, നീ ദൈവപുത്രനാവുന്ന യേശു. ഈ സത്യം മനസ്സിലാക്കിയപ്പം യേശു ക്രിസ്തുവിന് വലിയ സന്തോഷമാണ്. ഇത് ആത്മാവാണ് സംസാരിച്ചത്, ഒരിക്കലും ജഡം കൊണ്ടത് പത്രോസിന് പറയത്തില്ല. അപ്പം കർത്താവിനുണ്ടായ സന്തോഷം, പത്രോസ് ദൈവശബ്ദം, പിതാവിൻ്റെ ശബ്ദം കേൾക്കാൻ തുടങ്ങിയല്ലോ എന്നുള്ളത്, അതൊരു വലിയ സന്തോഷമല്ലേ. നമ്മൾ ആത്മാവിൽ പറയുമ്പോൾ നമ്മൾ പറയുന്ന അതേ ആത്മാവിൽ അവർ സ്വീകരിക്കുമ്പം നമ്മളെടുത്ത് തുള്ളിച്ചാടും. കാരണം അവർക്കത് മനസ്സിലായി, അവരത് കിട്ടി. ആ ഒരു ഭാഗ്യമാണത്. കർത്താവ് നമ്മളോടൊരു വാക്യം പറയുമ്പം നമ്മളത് പറയുമ്പം അവരത് സ്വീകരിച്ച് അതേലൊരു വിജയമെടുക്കുമ്പം എന്നോ സന്തോഷമാണ് നമുക്ക്. നമ്മുടെ മക്കളോ അറിയാവുന്നവരോ വചനം കൊണ്ട് പ്രയോജനപ്പെടുത്തുന്ന കാണും. അതാണ് നമ്മുടെ സമ്പത്ത്. അപ്പോൾ യേശുവിന് വലിയ സന്തോഷമായിട്ട് പറയുന്നു, അപ്പോൺ ദിസ് റോക്ക് ഐ വിൽ ബിൽഡ് മൈ ചർച്ച്. നീ പത്രോസ് ആകുന്നു, പത്രോസെ ഞാൻ നിൻ്റെ ഈ സത്യത്തിൻ്റെ മേൽ ഞാൻ എൻ്റെ ആലയത്തെ പണിയും. അങ്ങനെ പണിതില്ലേ കർത്താവ്? ദൈവത്തിൻ്റെ സഭ തൻ്റെ ശിഷ്യന്മാരെ കൊണ്ട് ഭൂമിയിൽ പണിയിപ്പിക്കുകയാണ് ചെയ്തത്. യേശു ഒന്നും എഴുതി വെച്ചേച്ചു പോയില്ല, ബാക്കിയുള്ളവരാണ് എല്ലാം എഴുതുകയൊക്കെ ചെയ്ത്. സങ്കീർത്തനം 61:2, ദ റോക്ക് ദാറ്റ് ഈസ് ഹയർ ദാൻ മീ. അത്യുന്നതനായ പാറ എന്നാണ് പറയുന്നത്. അത്യുന്നതനായ പാറ. നമുക്ക് ഈ പാറയെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയത്തില്ല. ഇവൻ അത്യുന്നതനായ പാറയാണ്. 2 സാമുവേൽ 23:3, ദ റോക്ക് ഓഫ് ഇസ്രായേൽ. ഇസ്രായേലിൻ്റെ പാറ എന്നാണ് പറയുന്നത്. സദൃശ്യവാക്യം 18:10, ദ നെയിം ഓഫ് ദ ലോർഡ് ഈസ് എ സ്ട്രോങ് ടവർ, ദ റൈറ്റ്വസ് റൺ അൺടു ഹിം ആൻഡ് ദേ ആർ സേവ്ഡ്. ദൈവത്തിൻ്റെ നാമം ബലമുള്ള ഒരു ഗോപുരമാണ്. നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് കയറും. അതായത് ഈ പാറയെന്ന് പറയുമ്പോൾ ചില പാറയുടെ അകവശം പൊള്ളയാണ്, പുറമേ വലിയ. നമ്മുടെ ഈ പാണ്ഡവൻ പാറ കണ്ടിട്ടുണ്ടോ? അവിടെ ചെല്ലെങ്കിൽ നമ്മുടെ ചെങ്ങന്നൂർ അടുത്തൊരു സ്ഥലത്താണത് പാറയുള്ളത്. പെരളശ്ശേരി, ചെങ്ങന്നൂർ അടുത്തൊരു സ്ഥലത്താണ് ഈ പാറ. കൊച്ചിലെ ഞാൻ പോയിട്ടുണ്ട്. പാണ്ഡവൻ പാറ കാണാം, അതൊരു വലിയ സന്തോഷം. അവിടെ ചെല്ലുമ്പോൾ വലിയ പാറകളുണ്ട്, പക്ഷേ ഈ പാറ പൊള്ളയാണ്. അവർ പറയുന്നത് പിന്നെ പാണ്ഡവന്മാരിവിടെ വന്ന് താമസിച്ചെന്നാണ് പറയുന്നത്. കഥ മിത്താണതെല്ലാം. എന്തെങ്കിലും ആട്ടെ, ഞാൻ ഈ പാറയ്ക്കകത്ത് കയറിയപ്പോൾ എന്തൊരു തണുപ്പ് അതിനകത്ത്. പാറ പുറത്ത് നിൽക്കുന്നു, പുറത്തെ വെയിലോ പ്രശ്നമോ കാറ്റോ ഒന്നും ആ തരത്തിലകത്ത് നല്ല കൂളി, നല്ല AC ഇട്ട സന്തോഷത്തിൽ അവിടെ നിൽക്കുക. അപ്പോൾ ഈ പാറയെന്ന് പറയുന്നത് നമുക്കൊരാശ്വാസം തരുന്നതാണ്. അത് ഉറച്ച് നിൽക്കുന്നതാണ്. അത് ക്രിസ്തുവാണ്. ആ പാറയിൽ നമ്മൾ ഉറച്ച് നിൽക്കണം. പാറയിലേക്ക് നമ്മൾ ഓടിച്ചെല്ലണം. പ്രശ്നം വരുമ്പോൾ ഈ പാറയിലോട്ട് തന്നെ തിരിച്ച് ഓടിച്ചെല്ലണം. 1 Corinthians 3:11-13 ദ ഫൗണ്ടേഷൻ ഈസ് ജീസസ് ക്രൈസ്റ്റ്. 1 Corinthians 3. ക്രിസ്തുവാകുന്ന പാറയെക്കുറിച്ച് എത്രയോ വിശദമായിട്ട് ദൈവം എഴുതിച്ച് തന്നിരിക്കുന്നു. 3:11 Corinthians 3:11 ഇങ്ങനെയാണ് വായിക്കുന്നത്, യേശുക്രിസ്തു എന്ന് ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്ന് ഇടുവാൻ ആർക്കും കഴിയത്തില്ല. ഒന്നുകൂടെ വായിക്കാം. യേശുക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നും ഇടുവാൻ ആർക്കും കഴിയത്തില്ല. ആ അടിസ്ഥാനത്തിൽ ആരെങ്കിലും പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്, മരം, പുല്ല്, വൈക്കോൽ എന്നിവ പണിയുന്നുവെങ്കിൽ അവനവൻ്റെ പ്രവൃത്തി വെളിപ്പെടും. എന്നിട്ട് ലാസ്റ്റ് പറയുന്നുണ്ട്, തീ കൂടെ പോകുന്ന പോലെ പോകും, നിൻ്റെ പ്രവൃത്തിയെല്ലാം കരിഞ്ഞു പോകും. നീയോ എങ്ങനെയോ രക്ഷപ്പെട്ടകത്ത് കയറും, രക്ഷിക്കപ്പെട്ടെന്നിരിക്കും, പക്ഷെ നിനക്കൊന്നും റിവാർഡ് കിട്ടത്തില്ല. ഈ പാറയാവുന്ന ക്രിസ്തുവിൽ നീ ഉറച്ച് നിൽക്കണം. അവനിൽ ജീവിക്കാൻ പഠിക്കണം. നമ്മുടെ ഫൗണ്ടേഷൻ ക്രിസ്തുവായിരിക്കണം. എന്തുകൊണ്ടാണ് നീ വീട് പണിയുന്നത്? സിൽവർ, സ്വർണം, ഗോൾഡ്, വുഡ്, പ്രഷ്യസ് സ്റ്റോൺസ് എന്തുകൊണ്ടാണ്? വിലപിടിപ്പുള്ള കല്ലുകൾ കൊണ്ടാണോ? മുത്തുകൾ കൊണ്ടാണോ? അതുപോലെ സ്വർണം കൊണ്ടാണോ? വെള്ളി കൊണ്ടാണോ? പ്ലാറ്റിനം കൊണ്ടാണോ വീട് പണിയുന്നത്? അതോ കച്ചി കൊണ്ടാണോ? വെറും ചെതല് പിടിക്കുന്ന തടി കൊണ്ടാണോ പണിയുന്നത്? പണിതോ കുഴപ്പമൊന്നുമില്ല, സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഒറ്റ കത്തിൽ ആദ്യത്തെ തീ കത്തിക്കുന്ന എല്ലാം കത്തിപ്പോവും. പക്ഷെ സ്വർണവും വെള്ളിയൊക്കെ കൊണ്ട് പണിതവൻ്റെ അത് തിളങ്ങി നിൽക്കും. അതൊന്നും കരിഞ്ഞു പോകൂല. അതൊക്കെ ഇവിടെയാണ് ചെയ്യേണ്ടത്. ഇവിടെ ചെയ്യണം. സ്വർഗത്തിൽ ചെന്നിട്ട് ജീവിക്കാമെന്നല്ല പറയേണ്ടത്, ഇവിടെ ചെയ്തെടുക്കണം.
ദ ഫയർ വിൽ ടെസ്റ്റ് അവർ വർക്ക്. കർത്താവെന്ന പാറയെന്ന് നമ്മൾ ഈ റോക്ക് ഓഫ് ഏജസിനെ കുറിച്ച് ഒരു പാട്ടില്ലേ, റോക്ക് ഓഫ് ഏജസ് ക്ലെഫ്റ്റ് ഫോർ മീ, ലെറ്റ് മീ ഹൈഡ് മൈസെൽഫ് ഇൻ ദീ, ലെറ്റ് ദ വാട്ടർ ആൻഡ് ദ ബ്ലഡ് ഫ്രം ദൈ വൂണ്ടഡ് സൈഡ് വിച്ച് ഫ്ലോഡ് ബി യോർ സിൻ ദ ഡബിൾ ക്യൂർ, സേവ് ഫ്രം റാത്ത് ആൻഡ് മേക്ക് മീ പ്യുവർ. അതായത് കാലാകാലങ്ങളിലുള്ള പാറയാകുന്ന ക്രിസ്തുവെ, നിൻ്റെ പിളർന്ന മാർവിൻ്റെ ഉള്ളിലേക്ക് ഞാൻ മറഞ്ഞു കയറുകയാണ്, അകത്ത് കയറി മറിയാണ്. ഐ എം ഹൈഡിങ് ഇൻസൈഡ് യു. നിൻ്റെ നെഞ്ചിൽ നിന്ന് വീണ രക്തവും വെള്ളവും എൻ്റെ പാപങ്ങളെയും കറകളെ കഴുകിയിട്ട് എന്നെ രക്ഷിച്ച് നിന്നിൽ വസിക്കുമാറാക്കുന്നു. അതാണ് ഭാഗ്യപദവി. ആ പദവി നമുക്ക് ദൈവം ക്രിസ്തുവാകുന്ന പാറയിൽ തന്നിരിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാന് ഞങ്ങളെ സ്നേഹിക്കുന്നതിനായ പൊന്നുപിതാവേ, റോക്ക് ഓഫ് ഏജസ്, തലമുറകളുടെ രക്ഷിതാവാകുന്ന പാറയാകുന്ന ദൈവമേ, നിൻ്റെ സന്നിധിയിലേക്ക് വന്ന് നിൻ്റെ വചനത്തെക്കുറിച്ച് ആഴമായിട്ട് ചിന്തിപ്പാനും പല കാര്യങ്ങൾ വേദപുസ്തകത്തിൽ കല്ലുകളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെന്ന് പഠിപ്പിച്ചതിന് സ്തോത്രം. ഇത്ര മനോഹരമായിട്ട് നീ ഞങ്ങളുടെ കൂടെ നിൽക്കുന്നതിനാൽ നന്ദിയോടെ സ്തോത്രം. ഉന്നതനായ ദൈവത്തിൻ്റെ ആ വിശുദ്ധ നാമത്തെക്കുറിച്ച് റോക്ക് ഓഫ് ഏജസ് ആണെന്നും അത് നീ കോർണർ സ്റ്റോൺ ആണെന്നും മൂലക്കല്ലാണെന്നും ശോധന ചെയ്ത കല്ലാണെന്നും സ്ഥിരതയുള്ള കല്ലാണെന്നൊക്കെ ഞങ്ങളെ പഠിപ്പിക്കുമ്പോൾ അതിലുറച്ച് നിൽക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണേ. പക്ഷേ നിന്നിൽ നിന്ന് മാറി ഒരു വീട് പണിയാൻ ഞങ്ങളെയോ ഞങ്ങളുടെ തലമുറകളെ വിടരുത്. അങ്ങനെയുള്ള വീടുകൾ പൊളിഞ്ഞു പോകട്ടെ, ഒരിക്കലും അത് പണിയാനിടയാതെ അത് മാറിപ്പോകട്ടെ. അതിൻ്റെ അടിസ്ഥാനത്തോടെ വഴി കുഴിയോടെടുത്ത് ദൂരെ കളഞ്ഞിട്ട് കർത്താവിൻ്റെ പ്രഷ്യസ് സ്റ്റോൺസ് ഇട്ട് പുതിയ വീട് പണിയുന്നതിനും അപ്പച്ചനാകുന്ന കോർണർ സ്റ്റോണിൽ വീട് പണി. കർത്താവെ, ഞങ്ങൾ മൂലക്കല്ലിടുമ്പോൾ പ്രാർത്ഥന നടത്തി നിന്നോട് ചോദിച്ചിട്ടാണ് വീടുകൾ പണിയുന്നത്. പല കുഞ്ഞുങ്ങളത് ചെയ്യുന്നില്ല കർത്താവെ, അവർക്ക് അറിവില്ല, ബോധമില്ല. എൻ്റെ ബുദ്ധി മന്ദിച്ചിരിക്കുന്നതിൻ്റെ ബുദ്ധി വിട്ടുകൊടുത്ത് ജീവനുള്ള കല്ലാവുന്ന ക്രിസ്തുവിൽ വീട് പണിയാനും പാറമേലാണ് പണിയേണ്ടതെന്ന് മനസ്സിലാക്കി ശുദ്ധമായ നിൻ്റെ കരുണയിൽ കൃപയിൽ അവരെ നിർത്തണമേ. തലമുറകൾക്കിത് ഐശ്വര്യവും അനുഗ്രഹമാണ്. ഞങ്ങൾ കേൾക്കുന്നവർ, ഞങ്ങളുടെ അനേക തലമുറ, അടുത്ത തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ കൃപ തരണമേ. തലമുറകളെ അനുഗ്രഹിക്കുന്ന ദൈവം എഴുന്നള്ളി വന്നിരിക്കുന്നതിന് നിൻ്റെ സ്ഥിരത, നിൻ്റെ ആ ശക്തി ഞങ്ങളിലേക്ക് ഇട്ട് തന്നാട്ട്. പ്രാർത്ഥനയുടെ ഉത്തരം തന്നതിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ. ആമേൻ.